നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വീഡിയോകൾ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ചില സാങ്കേതിക കാരണങ്ങളാണ് വീഡിയോകൾ ചെയ്യാതിരിക്കാനുള്ള കാരണം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, നമ്മളുടെ പാലക്കാട് ഒലവക്കോട് താണാവിലെ മൂന്നുംകോടി റോഡുണ്ടല്ലോ, ആ റോഡിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അവിടുത്തെ ഒരു സിഗ്നൽ സംവിധാനത്തെക്കുറിച്ചും മറ്റുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം. അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവിടെ AI ക്യാമറ വയ്ക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും എനിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെയും AI ക്യാമറ മറ്റു ക്യാമറ ഒന്നും സ്ഥാപിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അവിടെ വാഹനങ്ങൾ അതുമാത്രമല്ല, ഒരു സിഗ്നൽ സംവിധാനമോ മറ്റൊന്നുമില്ല. വളരെ ഒരു അപകടം പിടിച്ച ഏരിയയാണത്. ഏകദേശം ഒരു 5-8 മാസം മുമ്പ് തോന്നുന്നു, അവിടെ ഒരു ലോഡിംഗ് തൊഴിലാളി അദ്ദേഹം അവിടെ നിന്ന് മുണ്ടൂർ ഭാഗത്തുനിന്ന് പാലക്കാടേക്ക് പോകുന്ന സമയത്ത് ബസ്സിനടിയിലോ മറ്റോ ലോറിയിലടിയിൽപ്പെട്ട് അദ്ദേഹം ദാരുണമായി മരണപ്പെടുകയുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അവിടെ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. പക്ഷെ അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. അവിടെ ശ്രദ്ധിച്ചറിയാം, ഓരോ വാഹനങ്ങളും വരുമ്പോൾ അവർ വളരെ സ്പീഡിലാണ്, എവിടെ ശ്രദ്ധിക്കില്ല. അതുപോലെ ധോണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എവിടെ ശ്രദ്ധിക്കാതെ സ്ട്രൈറ്റായി പോകുന്നു. അത് പാലക്കാട് നിന്ന് വരുന്ന വാഹനങ്ങളായിട്ട്, ബസ്സാണെങ്കിലും ലോറിയാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും വളരെ സ്പീഡോടുകൂടി യാതൊരു ശ്രദ്ധയും ഇല്ലാതെ കൂടിയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. കാരണം അവിടെ സിഗ്നലോ മറ്റോ ഒരു സംവിധാനമില്ല അവിടെ. അത് നമുക്ക് വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. അത് വളരെ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാകും എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. വാഹനങ്ങൾ പോകുന്ന അവസ്ഥ ഒന്ന് കണ്ടു നോക്കി അവിടുത്തെ. പക്ഷേ AI ക്യാമറ വെക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് പോലും അവിടെ ഇതുവരെയും വെച്ചിട്ടില്ല എന്നാണ് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം. അത് എന്തുകൊണ്ടെന്നറിയില്ല. ഇന്ന് സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്പോൺസർമാരെ കിട്ടാതെ പ്രശ്നങ്ങളോ എന്തെങ്കിലും എനിക്കറിയില്ല. എന്തായാലും അവിടെ എത്രയും പെട്ടെന്ന് സിഗ്നൽ സംവിധാനമോ അല്ലെങ്കിൽ അവിടെ ഒരു AI ക്യാമറയോ മറ്റു വെച്ചില്ലെങ്കിൽ ഇനിയും അവിടെ അപകടങ്ങൾ കൂടും. അങ്ങനെ പല വാഹനങ്ങളും പോകുന്നത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് പോയാലും എതിരെ വരുന്ന വാഹനങ്ങൾ യാതൊരു ശ്രദ്ധയുമില്ല. പ്രത്യേകിച്ച് ലോറിക്കാർ, ടിപ്പറുകാർ, അല്ലെങ്കിൽ 2 വീലറോക്കാരും യാതൊരു ശ്രദ്ധയില്ല. അതുപോലെ തന്നെ പാലക്കാട് ടു കോഴിക്കോട് പോകുന്ന ബസ്സുകളാണെങ്കിലും യാതൊരു ശ്രദ്ധയില്ലാതെ ഹൈ സ്പീഡ് ലെവലിലാണ് പോകുന്നത്. അവിടെ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം, എങ്ങനെ അവിടുത്തെ വാഹനങ്ങൾ പോകുന്ന അവിടുത്തെ സ്ഥിതി കണ്ടു നോക്കാം എന്താണെന്നുള്ള അവസ്ഥ അവിടുത്തെ. ഹലോ, ആ അത് ഇല്ല.
കണ്ടില്ല, വീഡിയോ കണ്ടില്ല. എത്ര ഒരു അശ്രദ്ധമായിട്ടാണ് അല്ലെ അലക്ഷ്യമായിട്ടാണ് വാഹനങ്ങൾ, മറ്റ് ടൂ വീലറാണെങ്കിലും മറ്റ് ലോറികളാണെങ്കിൽ പോകുന്നത് കണ്ടില്ലേ. യാതൊരു ശ്രദ്ധയില്ലാതെ മറ്റു എതിരെ വരുന്ന വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ പോലുമാണ് അവർ ടൂ വീലർ മറ്റും പോകുന്നത്. അവിടെ എത്രയും പെട്ടെന്ന് AI ക്യാമറ അല്ലെങ്കിൽ മറ്റ് ക്യാമറകൾ, പോലീസ് ക്യാമറകളോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രാഫിക് സംവിധാനം, ഒരു ട്രാഫിക് പോലീസുകാരനോ, അല്ലെങ്കിൽ അവിടെ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹോം ഗാർഡിനെങ്കിലും അവിടെ സിഗ്നൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ഹോം ഗാർഡിനെങ്കിലും അവിടെ വെക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അപേക്ഷ, എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഈ അപകടങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങളുണ്ടാവും. ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഒരു സിഗ്നൽ വയ്ക്കുക, അല്ലെങ്കിൽ പോലീസ്, ട്രാഫിക് പോലീസിനെയോ അല്ലെങ്കിൽ പോലീസ് അവിടെ സ്റ്റേഷനിൽ പരിധിയിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഒരു ഹോം ഗാർഡിനെങ്കിലും അവിടെ ഒരു വാഹനങ്ങൾ നിയന്ത്രിക്കാൻ വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അപേക്ഷ. എത്രയും പെട്ടെന്ന് അവിടെ ഒരു സിഗ്നൽ സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഹോം ഗാർഡിനെങ്കിലും വയ്ക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നന്ദി, നമസ്കാരം.